ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കരിക്കകം സ്വദേശിയായ ജോൾസിനെ മൊഴിയെടുക്കുന്നതിനായി സ്റ്റേഷനിലെത്തിച്ചു. ഇയാൾക്ക് കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് സംശയം. അമ്മ ശ്രീത്തുവിനെതിരെ ഭർത്താവും ഭർത്തൃപിതാവും മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രതി ഹരികുമാർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. പ്രതി ഹരികുമാർ പറയുന്നതിന്റെ പുറത്ത് അന്വേഷണം അവസാനിപ്പിക്കാനാകില്ലെന്ന് റൂറൽ SP എസ് സുദർശൻ പറയുകയാണ്. അന്വേഷണം തുടരുമെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്നും എസ് സുദർശൻ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വരാം. ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. ചന്തു ചന്ദ്രശേഖരുണ്ട്. ചന്തു, ഇപ്പോൾ ഒരു ജോൾസിനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ജോൾസിനും കുടുംബവുമായുള്ള ബന്ധം എന്താണ്? ഇയാൾ എന്തിനാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തത്? സേതുലക്ഷ്മി, ഇപ്പോൾ ശംഖുമുഖം ദേവിദാസൻ എന്ന ജോൾസിനെയാണ് അല്പസമയം മുൻപ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇയാൾക്ക് കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇദ്ദേഹം കരിക്കകം സ്വദേശിയാണ്. ഈ കുടുംബവുമായി വളരെയധികം സ്വാധീനമുള്ള വ്യക്തിയാണ് ഈ കരിക്കകം സ്വദേശിയായ ഈ ജോൾസൻ എന്നാണ് ഈ പ്രതിയായിട്ടുള്ള ഹരികുമാർ തന്നെ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഇദ്ദേഹത്തെ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കുട്ടി മരണപ്പെടുന്നതിന് കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുൻപ് ഒരു പരാതി ഈ ശ്രീതു പോലീസിൽ നൽകിയിരുന്ന ഒരു 30 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട്, ആ 30 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഈ വ്യക്തിയുമായാണ് ഉണ്ടായിരുന്നതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നതിന് കൂടി വേണ്ടിയാണ് ഇപ്പോൾ ഈ കരിക്കകം സ്വദേശിയായ ജോൾസിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അതായത് ഒരു വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു 30 ലക്ഷം രൂപ ഇദ്ദേഹം ആവശ്യപ്പെട്ടുവെന്ന് ഒരു പരാതി ശ്രീതു പോലീസിൽ നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ ഒരു പരാതിയുടെ കഴമ്പെന്താണ്, എന്താണ് ഈ ഇടപാട്, ഈ 30 ലക്ഷം രൂപയുടെ ഇടപാടിനെ കുറിച്ച് കൃത്യമായി പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കുക, അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ ജോൾസിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഈ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട്. അതായത് കുടുംബത്തെ സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള വ്യക്തമായ ഒരു സ്വാധീന ശക്തി ഉള്ള ആളാണ്, കുടുംബവുമായി അടുത്തു നിൽക്കുന്ന ആളാണ് ആ കാര്യങ്ങൾ. അപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇയാളിൽ നിന്നും ചോദിച്ചറിയുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ അല്പസമയം മുൻപ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ SP അടക്കമുള്ള സംഘം പോലീസ് സ്റ്റേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി നേതൃത്വത്തിലാണ് ഈ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മൊഴികളിലെ വൈരുദ്ധ്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രതി കുറ്റസമ്മതം നടത്തുകയും പ്രതി ഹരികുമാർ ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതിന് ഈ ജോൾസനും ഈ ശ്രീതുവും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? കുട്ടിയുടെ അമ്മ ശ്രീതുവുമായിട്ടുള്ള ബന്ധം എന്താണ്? സേതുലക്ഷ്മി, ഈ ജോൾസിന് കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട്. അതായത് ശ്രീതുവുമായും ഈ ഹരികുമാറുമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തി വന്ന ആളാണ് ഈ ജോൾസൻ. ഈ ശ്രീതു പ്രധാനമായും ചില ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ജോൾസ്യവുമായി ബന്ധപ്പെട്ടൊക്കെ മാസം തോറും ഈ ജോൾസിനെ പോയി കാണുകയും പൂജാവിധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശവും മറ്റുമൊക്കെ പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന ഒരു ആളായിരുന്നു ഈ കുട്ടിയുടെ അമ്മ. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായും ഇയാളെ കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം ഈ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇയാൾ ഈ 30 ലക്ഷം രൂപയുടെ പരാതിയും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഈ 30 ലക്ഷം രൂപയും ഈ ജോൾസിനും തമ്മിലുള്ള ഇടപാട് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട്. ആ 30 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് നേരത്തെ ശ്രീതു ഒരു പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അതിലൊരു വ്യക്തത വന്നിരുന്നില്ല. കാരണം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് നേരിടുമ്പോഴും ഈ 30 ലക്ഷം രൂപയുടെ പരാതി എങ്ങനെ വന്നു എന്നതൊരു ചോദ്യമായി നിന്നിരുന്നു. അപ്പോൾ അത് ഈ ജോൾസിനുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു 30 ലക്ഷം രൂപയുടെ പരാതി ഉണ്ടായതെന്നാണ് ഈ പ്രതിയായ ഹരികുമാർ തന്നെ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴി ഒന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് പോലീസിന്. ആ മൊഴിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ജോൾസിനെ കൂടി ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ പൂരിപ്പിക്കപ്പെടാതെ പോയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് DYSP വ്യക്തമാക്കിയതും ഇന്ന് SP വ്യക്തമാക്കിയതിലുമൊക്കെ
പൂരിപ്പിക്കപ്പെടാതെ പോയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ പൂരിപ്പിക്കപ്പെടാതെ പോയ കാര്യങ്ങളിൽ കൃത്യമായി പൂരിപ്പിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുക, അതിനുശേഷം വിശദമായി തന്നെ ഈ മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കുക, മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുക. ഇത്തരം കാര്യങ്ങൾ പോലീസിന് പ്രധാനമായും വ്യക്തത വരുത്തേണ്ടത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എല്ലാ വശങ്ങളും പരിശോധിച്ച് അന്വേഷണം പഴുതടച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SP അടക്കമുള്ള സംഘം ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. ഈ പൂജാരിയെ കൂടാതെ ഇവിടെ ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ശ്രീജിത്തിന്റെ അച്ഛനും എത്തിയിട്ടുണ്ട്. അവരുടെ മൊഴി കൂടി പോലീസ് വിശദമായി തന്നെ രേഖപ്പെടുത്തുന്നു. ഈ ശ്രീധുവിനെതിരെ ഈ ഭർത്താവും ഭർതൃപിതാവും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായും പറയുന്നത് ശ്രീധു താൻ പറയുന്ന കാര്യങ്ങളിലൊന്നും കൃത്യമായി അനുസരിക്കാറില്ല. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ എന്നത് കൃത്യമായി തന്നെ പരിശോധിക്കണം. അത്തരത്തിലൊരു സംശയമുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൃത്യമായി പരിശോധിക്കണമെന്ന് ഈ ശ്രീധുവിൻ്റെ ഭർത്താവ് ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഭർതൃപിതാവും ശ്രീധുവിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ പറഞ്ഞാൽ ഒരു കാര്യവും കേൾക്കുന്ന ഒരു സ്വഭാവം ശ്രീധുവിനില്ല. കുടുംബവുമായി അത്ര നല്ല രസത്തിലല്ല ശ്രീധു പെരുമാറിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭർതൃപിതാവും ഇപ്പോൾ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ഇതിൽ കൃത്യമായ ഒരു പൂരിപ്പിക്കൽ നടത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക, അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങുക. മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ ഈ കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ചേർക്കുക. ഇപ്പോൾ ശ്രീധുവിൻ്റെ പങ്ക് സംബന്ധിച്ചൊക്കെ കൃത്യമായ തരത്തിലൊരു വ്യക്തത വരുത്തിയതിനു ശേഷം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് പ്രധാനമായും പോലീസ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ SP തന്നെ വ്യക്തമാക്കിയത് പ്രതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഹരികുമാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ കേസ് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. കൃത്യമായ അന്വേഷണത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഫോൺ അടക്കമുള്ള കാര്യങ്ങളിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിച്ച് പഴുതടച്ച് തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. ചന്തു പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പൂരിപ്പിക്കപ്പെടാതെ പോയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കുഞ്ഞിനെ ആരാണ് കൊന്നത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് കൊന്നത്, ഇക്കാര്യത്തിൽ ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അതല്ലെങ്കിൽ ഈ സ്വത്തുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കൊല്ലാൻ പ്രേരകമാകുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഈ അമ്മാവനെ ചോദ്യം ചെയ്ത് വരികയാണ് പോലീസ്. ഇയാളിപ്പോൾ താൻ ഒറ്റയ്ക്കാണ് ഈ ഒരു കൃത്യം നടത്തിയത്, ആ നിലപാടിൽ തന്നെയാണോ ചന്തു? ഈ അമ്മാവൻ ഹരികുമാർ, അതായത് പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഹരികുമാർ ഇപ്പോൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം അയാൾ ഒരു കാര്യത്തിലും കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇയാളുടെ മൊഴികളിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റുള്ളവരുടെ അതായത് പ്രദേശവാസികളുടെ മൊഴിയും ഈ ബന്ധുക്കളുടെ മൊഴിയും കുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴിയും ഒക്കെ വെച്ച് പോലീസ് മറ്റു തരത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ഇദ്ദേഹം ഈ പോലീസുമായി ഒരു തരത്തിൽ സഹകരണം നടത്തുന്നില്ല. അതായത് ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. അത്തരത്തിലൊരു കൃത്യമായ നിസ്സഹകരണം ഈ ഹരികുമാർ പുലർത്തി വരുന്നു പോലീസുമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അയാളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായി വരുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ പൂരിപ്പിക്കപ്പെടാതെ പോയ ഭാഗങ്ങളുണ്ട്. അത്തരം പൂരിപ്പിക്കപ്പെടാതെ പോയ ഭാഗങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തി പൂരിപ്പിക്കലുകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ ഒരു പൂരിപ്പിക്കൽ നടത്തിയതിനു ശേഷം അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രഥമ ദൃഷ്ട്യാ അമ്മയുടെ പങ്ക് വ്യക്തമല്ല. അമ്മ പക്ഷേ നിരീക്ഷണത്തിലുമാണ്. ഇനി ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ ഈ ജോൾസിൻ്റെ ചോദ്യം ചെയ്യൽ, അയാളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഈ മൊഴി ലഭിക്കുകയോ സൂചന ലഭിക്കുകയോ ചെയ്താൽ അത് ഈ കേസ് അന്വേഷണത്തിൽ വേറൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മയെയും പ്രതിയെയും, അതായത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി, ഈ പ്രതിയെയും ഒക്കെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, അതൊക്കെ പോലീസിന്റെ പരിഗണനയിലാണോ ചന്തു? രണ്ട് വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ സംഭവമായി ഇതിൽ ഏറ്റവും ഒടുവിലത്തെ വിവരം ഒരു ജോൾസിനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു ജോൾസൻ. ഈ ജോൾസന് ഈ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട്. കുട്ടിയുടെ അമ്മയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് പറയുന്നു. ഇയാളെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഈ കൊലപാതകത്തിന് പിന്നിൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരയുകയാണ് അന്വേഷണ സംഘം. ചന്തു ചന്ദ്രശേഖർ തുടരുന്നുണ്ട്. ചന്തു, ഈ
പ്രഥമ ദൃഷ്ട്യാ അമ്മയുടെ പങ്ക് വെളിവല്ല, പക്ഷേ എങ്കിലും അമ്മ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. അമ്മയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഇന്നലെ ഈ സംഭവം നടന്ന സമയം മുതൽ അമ്മ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മാവൻ കുറ്റം സംബന്ധിച്ചപ്പോൾ സഹോദരനൊപ്പം ഈ അമ്മയെ, കുഞ്ഞിന്റെ അമ്മയെയും കൂടി ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? സേതുലക്ഷ്മി, എന്തായാലും ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വശങ്ങളും പരിശോധിച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ രക്ഷിതാക്കളെ കൂടാതെ മറ്റൊരാൾ, രക്ഷിതാക്കളുടെ ഇതിൽ നിന്നും പുറത്തു നിന്ന ഒരാൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നതാണ്. ഇതിൽ നിന്നും എന്തൊക്കെ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കേസ് എങ്ങനെ മുന്നോട്ട് പോകുക എന്നതിൽ ഒരു കൃത്യമായ വിവരം ലഭിക്കുക. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഇപ്പോൾ ഈ കരിക്കകം സ്വദേശിയായ ജോൾസ്യനുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയായ ഹരികുമാറും അമ്മ ശ്രീതുവുമൊക്കെ ചില മൊഴികൾ നൽകിയിട്ടുണ്ട്. ആ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഈ ശംഖുമുഖം ദേവിദാസൻ എന്ന ഈ ജോൾസ്യനെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി പരിശോധിക്കേണ്ടത് ഈ ജോൾസ്യന് ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല ഒരു സ്വാധീന ശക്തി, ഈ കുടുംബത്തിന്മേൽ ഒരു സ്വാധീന ശക്തിയുള്ള ആൾ കൂടിയാണ്. അപ്പോൾ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾക്ക് ഇതിന് മുൻപ് അറിയാവുന്നത്, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണ്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന് ഇയാളിൽ നിന്നും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഇയാളുടെ പേരിൽ ഒരു 30 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഒരു പരാതി നേരത്തെ നൽകിയിരുന്നു. അത് ഈ 30 ലക്ഷം രൂപയുടെ പരാതി ഈ ജോൾസിനുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്നാണ് പോലീസിന് ഈ മൊഴികളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ജോൾസിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ജോൾസിനെ എത്തിക്കുമ്പോഴും മറ്റു തരത്തിലുള്ള മൊഴിയെടുപ്പുകളും സ്റ്റേഷനിൽ പുരോഗമിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ അമ്മുമ്മയെ രാവിലെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു, കുട്ടിയെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അവരെ പ്രധാനമായും ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത് ഈ ശ്രീതു നേരത്തെ പോലീസിൽ മൊഴി നൽകിയത് ഈ കുട്ടിയെ ഹരികുമാർ പ്രധാനമായും ഉപദ്രവിക്കാറുണ്ട്, കുട്ടികളെ അദ്ദേഹത്തിന് ഇഷ്ടമില്ല, ഇതിനു മുൻപും കുട്ടികളെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ പ്രധാനമായും കുട്ടിയിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭർത്താവ്, ശ്രീതുവിൻ്റെ ഭർത്താവ് ശ്രീജിത്തിനെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. പിതാവ് വന്നിട്ടുണ്ട്. ഇവർ ശ്രീതുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ശ്രീതുവിൻ്റെ പങ്ക് കൃത്യമായി തന്നെ അന്വേഷിക്കണം, ആ പങ്ക് കൂടി പുറത്തു വരണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ചതിനു ശേഷം ഈ പൂരിപ്പിക്കപ്പെടാതെ പോയ ഭാഗങ്ങൾ പൂരിപ്പിച്ച് അതിൽ ഒരു കൃത്യത വരുത്താനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ ദിവസവും ഒക്കെ പോലീസ് വ്യക്തമാക്കിയതിൽ നേരത്തെ ഈ പൂരിപ്പിക്കപ്പെടാതെ പോയ ഭാഗം, അത് എന്തിന് ഈ കുട്ടിയെ കൊന്നു എന്നതാണ്. അത് വ്യക്തിവൈരാഗ്യം മൂലം കുട്ടിയെ എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തി എന്നതാണ് പ്രധാനമായും ഈ ഹരികുമാർ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും അത് വിശ്വാസത്തിലെടുത്ത് ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് ഒരുക്കമല്ല. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എല്ലാ വശങ്ങളും പരിശോധിച്ച് പഴുതടച്ച് ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ചന്തു തുടരുക. ചന്തുവിലേക്ക് മടങ്ങി വരാം. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ പോലീസ് കൂടുതൽ പേരുടെ പങ്ക് സംശയിക്കുന്നുണ്ട്. കൂടുതൽ പേർ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, മറ്റാരുടെങ്കിലും പ്രേരണയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താൻ ശ്രമിക്കുകയാണ് അന്വേഷണ സംഘം. ഏറ്റവും ഒടുവിൽ ഒരു ജോൾസനെ, കരിക്കയം സ്വദേശിയായ ജോൾസനെ ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്വർണ്ണനിരക്കിലേക്ക് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗോൾഡ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ്. ഗ്രാമിന് 7,730 രൂപ, പവന് 61,840 രൂപ. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗോൾഡ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തിരികെ വീണ്ടും വാർത്തകളിലേക്ക് വരുമ്പോൾ, ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ ക്രൂരമായി കൊന്ന സംഭവത്തിൽ പോലീസിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, കൂടുതൽ തെളിവെടുപ്പുകൾ, കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചന്തു ചന്ദ്രശേഖരനുണ്ട്. ചന്തു, ഈ അമ്മാവൻ ഹരികുമാറിനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സേതുലക്ഷ്മി. അല്പസമയത്തിനകം തന്നെ ഇവിടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ ഹരികുമാറിനെ കോടതിയിൽ, നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ മൊഴികൾ കൂടി പരിശോധിച്ചതിന് ശേഷം പ്രതിയെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് നാളെയോ മറ്റന്നാളോ കസ്റ്റഡി അപേക്ഷ നൽകിയതിന് ശേഷം ഈ തെളിവെടുപ്പ് കൂടി പൂർത്തിയാക്കി
അടുത്ത ചോദ്യം ചെയ്യൽ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും ഒരു 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പ്രധാനമായും നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പുകളും അതിനോടൊപ്പം തന്നെ പൂർത്തിയാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രധാനമായും ഈ ശ്രീതു, അതായത് കുട്ടിയുടെ അമ്മ ശ്രീതു പൂജപ്പുര മഹിളാ മന്ദിരത്തിലാണുള്ളത്. ആവശ്യമെങ്കിൽ ഈ ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ ഈ മൊഴിയെടുപ്പുകൾ പൂർത്തിയായതിനു ശേഷം അവരെ കൂടി എത്തിച്ച് മൊഴിയെടുക്കാനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകി കൂടുതൽ മൊഴിയെടുപ്പുകളിലേക്ക് പോലീസ് കടക്കും. മഹിളാ മന്ദിരത്തിലുള്ള അമ്മ ശ്രീതുവിനെയും ഈ അച്ഛനെയും ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ടോ ചന്തു? സെൽവലക്ഷ്മി, ആവശ്യമെങ്കിൽ മഹിളാ മന്ദിരത്തിൽ നിന്നും ഈ ശ്രീതുവിനെ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. കുട്ടിയുടെ അച്ഛൻ നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛനും അച്ഛനും ആണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ശ്രീതുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. അതായത് പ്രധാനമായും ഈ ശ്രീതുവിൻ്റെ ശ്രീതു പ്രധാനമായും ഈ താൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാറില്ല എന്ന ഒരു മൊഴിയാണ് ഈ ഭർത്താവ് ശ്രീജിത്ത് പോലീസിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ശ്രീജിത്തിൻ്റെ അച്ഛനും അത്തരത്തിലൊരു മൊഴി പോലീസിൽ നൽകിയിരിക്കുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുട്ടിയുടെ മരണത്തിൽ ഈ ശ്രീതുവിന് പങ്കുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ അന്വേഷിക്കണമെന്ന ഒരു ആവശ്യവും ഇവർ പോലീസിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മൊഴി കൂടി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടും ഈ കുടുംബത്തിൽ ഇത്രയധികം സ്വാധീനമുണ്ട്, കുടുംബവുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തി വന്ന ആളാണ് ഈ ജോൾസ്യൻ എന്ന കാര്യവും ചന്തുവിലേക്ക് മടങ്ങി വരാം. ബാലരാമ എടുത്ത 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പേരെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം തന്നെ പ്രതി ഹരികുമാറിനെയും ചോദ്യം ചെയ്യുന്നു. ഇയാളെ ഇന്ന് കോടതിയിലും ഹാജരാക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.